സമാധാനത്തോടെ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കേരളത്തെ പിണറായി വിജയൻ മാറ്റി തീർത്തുവെന്ന് കെപിസിസി മുൻ പ്രസിഡന്റ് വി.എം. സുധീരൻ. ഐക്യജനാധിപത്യ മുന്നണി ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായുള്ള പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സുധീരൻ. കേരളം ഇന്ന് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത സ്ഥിതിയിലാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വിലനിലവാരം ഇത്രയുമേറെ കുതിച്ചുകയറിയ കാലമുണ്ടായിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിയും കേരളം ഭരിക്കുന്ന മോദിയുടെ ഇരട്ട സഹോദരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പിണറായിയും വിലക്കയറ്റത്തിലേക്ക് രാജ്യത്തെ നയിക്കുന്നു. ജനങ്ങളെ വീർപ്പുമുട്ടിക്കുന്ന വിലക്കയറ്റത്തിലേക്ക് എത്തിക്കുന്നതിന് പരസ്പരം മത്സരിക്കുകയാണ് ഇരുവരും. ഇന്ന് ജനങ്ങളുടെ മേൽ എത്രമാത്രം സാമ്പത്തിക ഭാരമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. വസ്തുനികുതി കൂട്ടി. ഒരു വീട് വയ്ക്കണമെങ്കിൽ അതിന്റെ ഫീസ് വർദ്ധിപ്പിച്ചു. കുടിവെള്ളത്തിൽ നികുതി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. ശരിക്കു പറഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ സംസ്ഥാന ഭരണകൂടവും ത്രിതല പഞ്ചായത്ത് നഗരസഭാ സംവിധാനവും ചേർന്ന് ഒരുക്കിയിരിക്കുകയാണെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട സംസ്ഥാന നികുതി ഒഴിവാക്കാൻ ഞങ്ങളൊന്ന് തീരുമാനിച്ചു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തീരുമാനിച്ചു. പാർട്ടിയുമായി മുന്നണിയുമായി ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനിച്ചു. അതിൻ്റെ ഇളവുകൾ ജനങ്ങൾക്ക് നൽകി. അതിൻ്റെ പേരിൽ സാമ്പത്തിക ബാധ്യത ജനങ്ങൾക്ക് വരാതെ ഉമ്മൻചാണ്ടി UDF ഭരണകൂടം ശ്രദ്ധിച്ചു. പിണറായി എന്താണ് ചെയ്തത്? നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിച്ചു. കുക്കിംഗ് ഗ്യാസിന്റെ വില വർദ്ധിപ്പിച്ചു. നമ്മുടെ സഹോദരിമാർ ഇവിടെയുണ്ട്, അമ്മമാരുണ്ട്. 400-ൽ പരം രൂപയായിരുന്ന കുക്കിംഗ് ഗ്യാസ് എവിടം വരെ എത്തിയെന്ന്? ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ലോകവ്യാപകമായി കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി പെട്രോളിന്റെയും ഡീസലിന്റെയും വില വർദ്ധിപ്പിക്കുന്നത്, ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ പിണറായി എന്താ ചെയ്തത്? ഉമ്മൻചാണ്ടി ചെയ്തതുപോലെ അതിന്റെ ഫലമായി സംസ്ഥാന നികുതി വേണ്ടെന്ന് വെക്കാനല്ല തീരുമാനിച്ചത്. സംസ്ഥാന നികുതി ഏർപ്പെടുത്തി എന്ന് മാത്രമല്ല, അതിനു പുറമെ ഒരു സെസ് ഏർപ്പെടുത്തി അധിക സാമ്പത്തിക ഭാരം ഏൽപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് ചൂണ്ടൽ ഡിവിഷൻ സ്ഥാനാർത്ഥി ലീല രാമകൃഷ്ണൻ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ആന്റോ പോൾ, അഡ്വക്കേറ്റ് അഖിൽ ബാബുരാജ്, സിന്ധു സന്തോഷ്, ഗ്രാമപഞ്ചായത്തിലെ 20 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ എന്നിവർ അണിനിരന്ന് തൂവാനൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച തെരഞ്ഞെടുപ്പ് റാലി ആവേശമായി. 100 കണക്കിന് പ്രവർത്തകരാണ് റാലിയിൽ അണിനിരന്നത്. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന പ്രകടനം കേച്ചേരിയിൽ സജ്ജമാക്കിയ സമ്മേളനവേദിയിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പൊതുസമ്മേളനത്തിൽ കോൺഗ്രസ് ചൂണ്ടൽ മണ്ഡലം പ്രസിഡന്റ് RM ബഷീർ അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി CC ശ്രീകുമാർ, കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CT പോൾ, മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി VU മുസ്തഫ, CMP ഏരിയ സെക്രട്ടറി KS ബെന്നി, ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് P മാധവൻ എന്നിവർ സംസാരിച്ചു.